ഭരണഘടനാപരമായി നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അധികം നമ്മൾ ചോദിക്കുന്നില്ല, അത് നമുക്ക് ലഭിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു നവകേരള യാത്ര കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ മൊത്തം ജനതയുടെ മനസ്സിൽ ഈ അവഗണനയെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചത്. അതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു സത്യാഗ്രഹം നടത്തിയത്. MLA-മാരും മന്ത്രിമാരും അതിൽ പങ്കാളികളായിരുന്നു. ഇന്ത്യ രാജ്യത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളൊക്കെ അതിൽ പങ്കെടുത്ത് അഭിവാദ്യം അർപ്പിച്ചതാണ്. എന്നിട്ടും കേന്ദ്രം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടുന്നില്ല, അതിൽ കോടതി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെൻറ് ഒരു പബ്ലിക് ലിറ്റിഗേഷൻ കേസ്, പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തത്. സുപ്രീം കോടതിയിൽ ആ കേസ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ കേസ് ഒരു ഭരണഘടനാ ബെഞ്ചിന് റെഫർ ചെയ്തു. ഭരണഘടനാ ബെഞ്ചിന് റെഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉന്നയിച്ച കാര്യങ്ങളിൽ സത്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തെങ്കിലും സാധാരണ നിലയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തോട് മാന്യത കാട്ടേണ്ടതല്ലേ? മാന്യത കാട്ടിയില്ല. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ 2018, 2019 പ്രളയം, ഉരുൾപൊട്ടൽ ഒരു വല്ലാത്ത അനുഭവമായിരുന്നല്ലോ. പിന്നീടുള്ള കോവിഡ് കാലഘട്ടം, ഇതിനെയൊക്കെ ഒരു സംസ്ഥാനത്തിന് സാധാരണ നിലയിൽ അതിജീവിക്കാൻ സാധിക്കില്ല. അപ്പോഴും കേന്ദ്രം സഹായിച്ചില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് 30,000 കോടി രൂപയുടെ കോമ്പൻസേഷനാണ് നമ്മൾ ചോദിച്ചത്. ഒരു പൈസ പോലും തന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ അന്ന് കേന്ദ്ര സേന സഹായിച്ചത്, രാജ്യരക്ഷാവകുപ്പ് സഹായിച്ചത്, കേരളത്തിലെ ജനതയ്ക്ക് സൗജന്യമായി ഭക്ഷണം തരുന്നു എന്ന് RSSകാരും BJPക്കാരും പ്രചരിപ്പിച്ചത്, അതിനെല്ലാം കാശ് എണ്ണി വാങ്ങി. ഒരു ഘട്ടത്തിൽ നമ്മളത് കൊടുക്കാത്ത സ്ഥിതി ഉണ്ടായി. അപ്പം റേഷൻ വെട്ടിച്ചുരുക്കുമെന്ന് പറഞ്ഞു. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെയാണല്ലോ ബാധിക്കുന്നത്. റേഷൻ മുടങ്ങണ്ട എന്നുള്ളത് കൊണ്ട് 18-19 കാലഘട്ടത്തിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗജന്യമായി നമ്മൾ കൊടുത്ത റേഷൻ അരിക്കും കേന്ദ്രം വില ചോദിച്ചത് അങ്ങനെ തന്നെ കൊടുക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെട്ടു. ഇതും ഒരു വല്ലാത്ത അവസ്ഥയായി. കേന്ദ്രം കാശ് തരുന്നില്ല, എവിടെയെങ്കിലും പോയി 10 കാശ് വാങ്ങാം. മലയാളികളുള്ള സ്ഥലത്ത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ,
അവരുടെ ഒരു മലയാളി ബോധം ശക്തിപ്പെട്ടൊരു കാലഘട്ടമാണ്. അവർ പണം തരാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു 10-15 രാജ്യങ്ങളിൽ മന്ത്രിമാർ പോകുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. അവിടെയുള്ള മലയാളി സുഹൃത്തുക്കളുമായി സംഘടനകളുമായി നമ്മൾ ബന്ധപ്പെട്ടു. മോശമല്ലാത്തൊരു സാമ്പത്തിക സഹായം അവർ ഓഫർ ചെയ്തു. വിദേശത്ത് പോകാൻ സാധിക്കും എന്ന ഒരു ഘട്ടം വന്നു. കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല. അപ്പോഴാണ് ഇവിടെ നമ്മൾ സാലറി ചാലഞ്ച് പ്രഖ്യാപിച്ചത്. ഈ ഒരു പഴയ കഥ ഒന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്. ഒരു മാസത്തിൽ 3 ദിവസം, 10 മാസത്തിൽ 30 ദിവസം ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ തീരുമാനിച്ചു. അത് യഥാർത്ഥത്തിൽ തിരിച്ചു കൊടുക്കുന്ന കാശാണ്. കോവിഡ് കാലഘട്ടത്തിൽ പണിയെടുക്കാതെയാണ് ശമ്പളം വാങ്ങുന്നത് പല ഓഫീസുകളിൽ. അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി. BJPയും പോയി, കോൺഗ്രസും പോയി, അവരുടെ അധ്യാപക സർവീസ് സംഘടനകളും പോയി. ഇതാണ് നമ്മുടെ അനുഭവം. ഇത്തരം ഒരു ഘട്ടത്തിൽ 10 കാശ് പോലും കൊടുക്കാത്ത ഒരു ഭരണാധികാരിയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? ഏത് ഭാഷയിലാണ് വിശേഷിപ്പിക്കേണ്ടത്? അത് കഴിഞ്ഞാണ് കഴിഞ്ഞ കൊല്ലം ജൂലൈ 1-ാം തീയതി, അതായത് ജൂൺ മാസം 30-ാം തീയതി രാത്രി വയനാട് ഉരുൾപൊട്ടലുണ്ടായി. ഒരു 297ഓളം പേർ മരണപ്പെട്ടു. 10,000 പേർക്ക് ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു. പൊതുവികാരം ഇവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി വന്നു. അതിനു മുമ്പ് അദ്ദേഹം നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി ഒരു ഉപമന്ത്രി വന്നു. അദ്ദേഹത്തിന് പിന്നെ സ്ഥിരം ജോലി കേരളത്തെ അപമാനിക്കലാണ്. ആളെ പേരൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സഹായിക്കും, ഉറപ്പാണ്. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി വന്നു. ഉക്രൈനിൽ നിന്ന് തിരിച്ചു വന്ന ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു അവിടെ. ഹിന്ദിയിലാണ് സംസാരിക്കുക. പ്രധാനമന്ത്രി പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, സഹായിക്കുമെന്ന് ഉറപ്പ് നൽകി. ഒരു കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, സഹായിക്കുമെന്ന് പറഞ്ഞു. കൃത്യമായ കണക്ക് കിട്ടിയില്ല എന്ന് ഇന്നല്ലെങ്കിൽ നാളെ പറയൂ എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ ക്രൈറ്റീരിയ, മാനദണ്ഡം നിശ്ചയിച്ച് പ്രൊജക്റ്റുകൾ തയ്യാറാക്കി 1200 കോടി രൂപയുടെ മിനിമമാണത് കേന്ദ്രത്തിന് കൊടുത്തു. സ്വാഭാവികമായും നമ്മളെന്താ വിശ്വസിക്കുക? എന്തെങ്കിലും തരുമെന്നല്ലേ. ഈ കാശ് പൂർണ്ണമായി കിട്ടുമെന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചത്. കാരണം ഈ കണക്കിന് തെറ്റ് പറയാൻ പറ്റില്ല. ദേശീയ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ മാനദണ്ഡത്തിൽ വെച്ചുകൊണ്ടാണ് ഈ കണക്ക് കൊടുത്തത്. പ്രഖ്യാപിച്ചില്ല. പ്രധാനമന്ത്രി മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, അവിടെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കർണാടകയായാലും തെലുങ്കാനയായാലും ത്രിപുരയായാലും ഒറീസയായാലും ബീഹാറായാലും എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയില്ല. ഇപ്പം ബഡ്ജറ്റിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ കണ്ടത്. അതിലുമില്ല. അപ്പം വികാരം ശക്തിപ്പെട്ടൊരു ഘട്ടത്തിൽ ഏതാണ്ട് 7 മാസം കഴിയുകയാണ്. ഒരു 529 കോടി രൂപ 50 കൊല്ലത്തെ വായ്പയായി പ്രഖ്യാപിക്കുകയാണ്. നാഷണൽ കലാമിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രൂപത്തിലുള്ള വായ്പയില്ല. ആ ഗ്രാൻഡ് മാത്രമേ ഉള്ളൂ. തിരിച്ചു കൊടുക്കണം. അതും 46 ദിവസത്തിൻ്റെ ഉള്ളിൽ. ആർക്ക് കഴിയും? മനുഷ്യസാധ്യമാണോ? ഒരു താൽക്കാലിക പാലം കെട്ടാൻ എത്ര ദിവസം എടുക്കണം? താൽക്കാലികമായിട്ടുള്ള പാലാണെങ്കിൽ ഇതറിയാത്തവരാണോ കേന്ദ്രം? ഈ 46 ദിവസത്തെ ഈ പരിധി വെച്ചുകൊണ്ട് നമുക്ക് പ്രഖ്യാപിച്ചത് തരണ്ട എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഞങ്ങളുടെ നിബന്ധന അംഗീകരിച്ചില്ല. വേഗം പറയാലോ നാട്ടുകാരോട്. അത് ഏറ്റുപിടിക്കുന്ന കുറേ സംഖ്യകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്തൊരു അപമാനമാണിത്! എന്തൊരു അവഗണനയാണിത്! ഈ രൂപത്തിൽ ഒരു പരിഹാസം ഒരു ഭരണാധികാരിയിൽ നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ? അപ്പം നമ്മുടെ ഈ സംസ്കാരം പ്രധാനമന്ത്രിക്ക് ഊഹിക്കാൻ സാധിക്കില്ല, ആലോചിക്കാനും പറ്റില്ല. ഇപ്പോ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറ്റവും വലിയ ആക്രമണത്തിന് വിധേയമാകുന്നതാണ് വന്യജീവി ശല്യം. 1972 വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭേദഗതി വരുത്താതെ ഇതിനെ നേരിടാൻ സാധിക്കില്ല. മനുഷ്യനൊരു വിലയുമില്ല. മൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുനരധിവാസ കേന്ദ്രമാണ് ആറളം. VS-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. നവാഡിനെ സ്വാധീനിച്ച് അതിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 46 കോടി രൂപയും പട്ടികജാതി വകുപ്പിൻ്റെ ഒരു 12 കോടി രൂപയും, അങ്ങനെ 56 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് കേരള ഗവൺമെൻറ് രൂപം കൊടുത്തു. എന്നാൽ വന്യജീവികൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുക? എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റുക? വെടിവെക്കുക എന്നല്ലാതെ, കൊല്ലുക എന്നല്ലാതെ വേറെ എന്താ മാർഗം? ചൂലുകൊണ്ട് അടിച്ചോടിച്ചാൽ പോകുന്ന സാധനമാണോ ഇതൊക്കെ? അതുകൊണ്ട് ജീവഹാനി വരുത്തുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള അധികാരം ഉണ്ടായേ പറ്റൂ. വീട് ആക്രമിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അതിനെ സാധാരണ നിലയിൽ പ്രതിരോധിക്കാൻ ഒരു നിർണായക ഘട്ടത്തിൽ വെടിവെക്കേണ്ടി വരും. അപ്പം ഇത് ഭേദഗതി ചെയ്യണം. ഇന്നേ വരെ ആ ദിശയിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. നിലയാറളത്ത് പാവപ്പെട്ട 2 ആദിവാസികൾ മൃഗീയമായി മരണപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 1000 കോടി രൂപയുടെ പാക്കേജാണ്, മിനിമം പാക്കേജാണ് വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ
സംരക്ഷിക്കുന്നതിന് കേരള ഗവൺമെൻറ് കൊടുത്തത്. ബഡ്ജറ്റിൻ്റെ ഭാഗമായി എന്നാൽ 1 രൂപയെങ്കിലും ഒരു ടോക്കൺ പ്രൊവിഷൻ വെക്കട്ടെ, അതും വെച്ചില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ വിചാരിച്ചത് നെല്ല്, അതുപോലെ തന്നെ നാളികേരം, റബ്ബർ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്നായിരുന്നു. വർദ്ധിപ്പിച്ചില്ല. റബ്ബറിന് നമ്മളിവിടെ 170 രൂപ കൊടുത്തത് 150 ആക്കി. ഇന്ത്യ രാജ്യത്ത് എവിടെയും ആ രൂപത്തിൽ താങ്ങുവിലയുള്ള സംസ്ഥാനം ഇല്ല. നെല്ലിനാണെങ്കിൽ 1 കിലോ നെല്ല് എല്ലാവർക്കും അറിയാം, 28 രൂപയാണ് കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. അതിൽ 22.5 രൂപ മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ. ബാക്കിയുള്ള തുക സംസ്ഥാന ഗവൺമെൻറ് ബോണസായി കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായും കേന്ദ്രം തരേണ്ടതാണ്. ഒരു 35-40 രൂപയെങ്കിലും വേണം. എന്നാലേ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരാശ്വാസം ഉണ്ടാവും. ഇത് പരിപൂർണമായും കേന്ദ്രം തരേണ്ടതല്ലേ? നമ്മൾ കൊടുത്ത സബ്സിഡി, ബോണസ്, അതും കേന്ദ്രം തരേണ്ടതാണ്. അതും തന്നില്ല. കേന്ദ്രം നിശ്ചയിച്ച കാശാണെങ്കിൽ അതും തന്നില്ല. അപ്പോൾ സ്വാഭാവികമായും കൃഷിക്കാരുടെ പ്രതിഷേധം ഉണ്ടാകില്ലേ? വസ്തുതകൾ കുറേ നമ്മൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായി പഴയ രൂപത്തിൽ ഇപ്പം ഇല്ല. പക്ഷേ അവരുടെ മനസ്സിലുള്ള ആശങ്ക ശരിയല്ലേ? ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നെല്ലെടുത്ത് അരിയാക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുഖേന, റേഷൻ കടകൾ മുഖേന വീട്ടിലെത്തി കണക്കുകൾ കൊടുത്താൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടൂ. ഈ പ്രക്രിയക്ക് ഒരു 7-8 മാസം മിനിമം പിടിക്കും. ഇവിടെ നമ്മൾ ചെയ്തെന്താ? ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി ഈ കാശ് അഡ്വാൻസായി ബാങ്കുകൾ കൊടുക്കുന്നു. അതിന് സംസ്ഥാന ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകുന്നു. അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാലും കിട്ടില്ല. ഈ സൗകര്യം കേരള ഗവൺമെൻറ് അല്ലാതെ ഇന്ത്യ രാജ്യത്തിലെ മറ്റേത് ഗവൺമെൻറ്റാണ് ചെയ്തിട്ടുള്ളത്? തൊഴിലുറപ്പ് എല്ലാവർക്കും അറിയാം. 1ാം UPA ഗവൺമെൻറ്റിൻ്റെ സംഭാവനയായിരുന്നു അത്. പ്രത്യേകിച്ച് CPIMൻ്റെ ഇടപെടൽ ശക്തമായിരുന്നു. അങ്ങനെയാണ് 1 വർഷം 100 ദിവസം തൊഴിലുറപ്പ് വരുത്തിയത്. ഇവിടെ നമ്മൾ ആദിവാസി മേഖലയിൽ 100+, 100-ന് പുറമെ 100, 200 കൊടുത്തു. ഇന്ത്യ രാജ്യത്ത് ഇവിടെയില്ല. 1,11,000 കോടി രൂപയാണ് 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നീക്കി വെച്ചതെങ്കിൽ അന്ന് നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അത് 86,000 രൂപയായി മാറിയിരിക്കുകയാണ്. 86,000 കോടി രൂപയായി മാറിയിരിക്കുകയാണ്. ഒരു 40 ദിവസം മാത്രമേ തൊഴിൽ കിട്ടുന്നുള്ളൂ. പാവപ്പെട്ടവൻ്റെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക, മാർക്കറ്റ് സജീവമാക്കുക, അതിൻ്റെ ഭാഗമായി ഉൽപ്പാദന മേഖല ശക്തിപ്പെടുത്തുക, ഈ ഉദ്ദേശമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത്. അതാണ് പൊളിച്ചത്. ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണല്ലോ, അനുബന്ധമായിട്ട് വരുന്നതാണ്. അന്ന് അവതരിപ്പിക്കുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം റെയിൽവേ ബഡ്ജറ്റ്. അതിൻ്റെ കാര്യം ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മൻചാണ്ടി 2012 അല്ലേ രാജു ഇല്ല, ഇവിടെ തറക്കല്ലിട്ടതാണല്ലോ ഈ കോട്ട മൈതാനിയിൽ. അന്ന് 18 MP-മാരുണ്ട് UDF-ൽ, 8 മന്ത്രിമാർ,
UDFൻ്റെതാണ്. തറക്കല്ലിട്ടിട്ടും വന്നില്ലല്ലോ. കൃഷ്ണദാസ് MP ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി. അന്ന് ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കോച്ച് ഫാക്ടറി ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വൈദ്യുതി ഇല്ല എന്ന കാരണത്താൽ അത് മുടങ്ങാൻ പാടില്ല. സാധാരണ നിലയിലുള്ള വൈദ്യുതി മതിയോ? മതിയാകില്ല. കേരളത്തിലെ മൂന്നാമത്തെ 400 kV സബ്സ്റ്റേഷൻ ഉദുമൽപേട്ടയിൽ നിന്ന് രാമക്കൽമേടിലേക്ക് പോകുന്ന വലിയ ഹൈ ടെൻഷൻ വയറിൽ നിന്ന്, കമ്പിയിൽ നിന്ന് പുതുശ്ശേരിയിലേക്ക് നേരിട്ടെടുക്കുകയാണ്. 600 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് എന്നുള്ള നിലയിൽ 110 kV ചന്ദ്രനഗറിൽ നിന്ന് തുടങ്ങി. അവിടെയുള്ള വ്യവസായികൾക്ക് സുഖമായി, കോച്ച് ഫാക്ടറി വന്നില്ല. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് സഖാവ് VS 236ഓളം ഏക്കർ ഭൂമി അന്നെടുത്തത്. എന്ത് ഗുണമുണ്ടായി? കേരളത്തിന് അവകാശപ്പെട്ടതാണ് ഒരു സോണൽ. കൃത്യമായി കാശ് കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് മലയാളി. ചരക്ക് കൂലിയിൽ നല്ല വർധനവുള്ള സംസ്ഥാനമാണ് കേരളം. ഉള്ള റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കുക എന്നതിനപ്പുറം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് എന്തുണ്ടായി? ശബരി പാതയ്ക്ക് വേണ്ടി പകുതി പണം കേരള ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞു, കൊടുക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ യാതൊരു ആനുകൂല്യവും പ്രഖ്യാപിച്ചില്ല. കേരയിൽ പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് 3 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുന്നതാണ്. ഹൈ സ്പീഡ് ട്രെയിൻ, ഒരു 250 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിൻ പൊളിച്ചില്ലേ? ഒരു ഭാഗത്ത് കോൺഗ്രസ്, മറ്റൊരു ഭാഗത്ത് BJP. എന്ത് അപകടമാണത് കേരളത്തിൽ വരുത്താൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ളൊരു സമീപനം കാട്ടുന്നത്? എങ്ങനെ ആലോചിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്ത് പൊതുമേഖലയിൽ എയർപോർട്ട് ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം ഇപ്പോൾ കേരള. തിരുവനന്തപുരം എയർപോർട്ട്, ഒന്ന് ശബ്ദിക്കാതിരിക്കണേ, ഗവൺമെൻറ്റിൻ്റെ മേഖലയിലായിരുന്നു. അത് അദാനിക്ക് കൊടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ എടുത്തോളാം, കൊടുത്തില്ല. പൊതുമേഖലയിലുള്ള എയർ ഇന്ത്യ ഉണ്ടായിരുന്നു, അത് ടാറ്റാക്കും കൊടുത്തു. ടാറ്റാൻ്റെ കയ്യിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ ദേശസാൽക്കരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലായതാണ്. ഈ രൂപത്തിൽ കേരളത്തിലെ പൊതുമേഖലകൾ, ഇപ്പോൾ കോട്ടയത്തെ വെള്ളൂർ പേപ്പർ മിൽ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിരുന്നു. നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുമ്പ് വിലക്ക് തൂക്കി വിൽക്കാൻ തീരുമാനിച്ചു. കേരള ഗവൺമെൻറ് രംഗത്ത് വന്നു. കേരള ഗവൺമെൻറ് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം കേരള ഗവൺമെൻറ് ഏറ്റെടുത്തത്. ഇപ്പോൾ കേരളത്തിലെ രാജ്യരക്ഷാ മേഖലയിലെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ് BEML.
കോച്ച് ഫാക്ടറി അടക്കം അവിടെ ഉണ്ടാക്കാൻ പറ്റും. രാജ്യരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എത്ര ദിവസമായി സമരം? എത്ര ദിവസമായി നൗഷാദെ സമരം? CA2-ൻ്റെ നേതാക്കന്മാരല്ലേ ചോദിക്കുക, എത്രയായി? 1500 ദിവസം. ഈ ഇന്ത്യ രാജ്യത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല ഈ രൂപത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പ്. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വിൽക്കാൻ സാധിക്കാത്തത്. അല്ലെങ്കിൽ അതും വിൽക്കുമായിരുന്നു. കേരളത്തിന് ഏറ്റവും ആവശ്യമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതും തരുമെന്ന് പറഞ്ഞതാണ്, അതും ഇല്ല. ഈ രൂപത്തിൽ അവഗണന മറ്റൊരു ഭാഗത്ത്. കേരളത്തിൻ്റെ ധനപ്രതിസന്ധി മറ്റൊരു ഭാഗത്ത്. ഈ രൂപത്തിൽ കേരളത്തിലെ ജനതയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായി തിരിക്കാൻ ഇതാണ് ഏറ്റവും നല്ലൊരു വഴി. ജനങ്ങളുടെ മനസ്സിൽ കൃത്രിമമായിട്ടുള്ള വികാരം ഉണ്ടാക്കുക. ഇത് ഭരിക്കാൻ പറ്റാത്ത, ഭരിക്കാൻ കഴിവില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ്. സാധാരണ നിലയിൽ 57-ലെ സഖാവ് EMS-ൻ്റെ ഗവൺമെൻറ്റിന് 59-ൽ പിരിച്ചുവിട്ടതുപോലെ ഇപ്പം പിരിച്ചുവിടാൻ കഴിയില്ല. അപ്പോൾ ജനവികാരം എതിരാക്കുക. ക്ഷേമ പദ്ധതികളിൽ കൈവച്ചത് എങ്ങനെയാണ് അവർ? നമുക്ക് കിട്ടേണ്ട 57,000 കോടി രൂപ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പം ഈ 1600 അല്ല 2500-ലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട സെയിൽ ടാക്സ്, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് അതില്ലാതാക്കി. GST വന്നു. എന്നിട്ട് 5 കൊല്ലം കോമ്പൻസേഷൻ തന്നു. അതിനുശേഷം ഇല്ല. അതായത് സെയിൽ ടാക്സ് ഇനത്തിൽ നമുക്ക് കിട്ടുന്ന വരുമാനവും GST ഇനത്തിൽ കിട്ടുന്ന വരുമാനവും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ ആ അന്തരം കേന്ദ്ര ഗവൺമെൻറ് നികത്തുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് 5 വർഷം. 5 വർഷത്തിന് ശേഷം ഇല്ല. അപ്പം അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള വിടവ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നമുക്ക് നഷ്ടപ്പെട്ടത്, സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട തുക, വായ്പാ പരിധിയിൽ പെടുത്താൻ പാടില്ലാത്തത് പെടുത്തിയതിൻ്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടത്, ഇതെല്ലാം കൂടി 56,000 കോടി രൂപയാണ്. അത് നമ്മുടെ പണമാണ്. അതാണ് തരാത്തത്. അതിന് ചോദിക്കുമ്പോൾ ഇവർ പറയുക, നിങ്ങൾക്ക് കാശ് കിട്ടേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അഫിഡവിറ്റ് തന്നാൽ മതി, ഞങ്ങൾ പാപ്പർ സൂട്ടാണ്, ഞങ്ങൾക്കിവിടെ ഗതിയില്ല, ഞങ്ങൾ ഭിക്ഷാപാത്രം എടുത്ത് നടക്കുകയാണ്, ആരോഗ്യരംഗത്ത് ഒരു പുരോഗതിയും ഇവിടെ ഇല്ല, വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുരോഗതിയില്ല, ഞങ്ങൾ കറുമുറു പട്ടിണിയാണ്, അതുകൊണ്ട് 10 റുപ്യ നിങ്ങൾ തരണമെന്ന് എഴുതാം, തരാം. അതെന്താ എഴുതി കൊടുക്കാത്തത് എന്ന് ഒരു ലജ്ജയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്. കൊടുക്കാതിരിക്കുന്നത് മനസ്സിലാക്കാം. ഇങ്ങനെ അപമാനിക്കണോ? യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തനത് വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ശമ്പളവും പെൻഷനും ഇപ്പോൾ കൊടുക്കുന്നത്. ആനുകൂല്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ കൊടുത്തു തീർക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ വർഷം 41,000 കോടി രൂപയായിരുന്നു നമ്മുടെ റവന്യൂ വരുമാനമെങ്കിൽ ഇന്ന് അത് 86,000 കോടി രൂപയിലേക്ക് എത്തിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ
നമ്മുടെ സ്ഥിതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിണറായി ഗവൺമെൻറ് അല്ല, മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ്, UDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നു ഇവിടെ എങ്കിൽ ഈ അനുഭവമാണ് ഉണ്ടാകാൻ സാധിക്കുന്നതെങ്കിൽ ഒരു ദിവസം അവർക്ക് ഭരിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും കേരള ഗവൺമെൻറ് ശക്തമായ നിലപാടെടുത്തു. കേരള മുഖ്യമന്ത്രി ശക്തമായ നിലപാടെടുത്തു. മലയാളിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കേരളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം എന്തവഗണന കാട്ടിയാലും അതിനെയെല്ലാം അതിജീവിക്കുമെന്ന് നട്ടെല്ലോടുകൂടി പറയാൻ സാധിച്ചതിൻ്റെ പിന്നിൽ നട്ടെല്ലുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റും ഇവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം, അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗവും വിദ്യാഭ്യാസ രംഗവും. ആ രംഗത്തേക്കുള്ള കടന്നാക്രമണം കൂടുതൽ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിദ്യാഭ്യാസം എങ്ങനെയാണ് വരേണ്യവൽക്കരിക്കുന്നത്, എങ്ങനെയാണ് കാവ്യവൽക്കരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലായത്? അതിനെങ്ങനെയാണ് ഗവർണർമാരെ ഉപയോഗിക്കുന്നത്? ഇപ്പം ഗവർണർമാർ തീരുമാനിക്കുകയാണ് സെനറ്റിൽ ആര് വേണമെന്നുള്ളത്. ഗവർണർമാർ തീരുമാനിക്കുകയാണ് വൈസ് ചാൻസലർമാർ ആരാകണം എന്നുള്ളത്. കേരള ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുക്കുന്നത്. RSSകാരായ വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെയാണ്, അതിൻ്റെ ഗുണമേന്മയുള്ള ഉള്ളടക്കത്തെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. ഈ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, അതിൻ്റെ മൗലിക ഘടനകൾ, ഫെഡറൽ സ്വഭാവം, ഇതിനെയെല്ലാം നശിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഓരോ ദിവസം കഴിയുന്തോറും ഇപ്പം ശക്തിപ്പെടുകയാണ്. കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി വലിയൊരു മാറ്റമാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യസന്ധമായ ഒരു പരാമർശം ശശി തരൂർ നടത്തി. അത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, വസ്തുതകൾ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വ്യവസായ കൊമേഴ്സ്യൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം പുറത്തുവിട്ട ആധികാരികമായിട്ടുള്ള കണക്ക്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ അമേരിക്ക കേന്ദ്രമായ ഒരു സ്ഥാപനം പുറത്തുവിട്ട കണക്ക്, ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനമാണ് എന്നും, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ ശരാശരി 46% വർധനവുള്ള ഘട്ടത്തിൽ 256% വർധനവിലേക്ക് കേരളം കടന്നു എന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖം നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ ആക്രമണങ്ങളെ, അതിന് ഹല്ലേലൂയ പാടുന്ന കേരളത്തിലെ
പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ ഒരായുധമായിരുന്നു. കേരളം തകർന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ കേരളം തകർന്നില്ല, കേരളം അഭിമാനത്തോടു കൂടി മുന്നേറുകയാണ്. ഈ സന്ദേശം ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, അതിൻ്റെ തുടർച്ചയാണ്. 1.5 ലക്ഷം ഏതാണ്ട് 1,50,000 കോടി രൂപയുടെ ഓഫർ പുതുശ്ശേരി മേഖല. പുതുശ്ശേരി മേഖലയിൽ ദക്ഷിണേന്ത്യയുടെ വ്യവസായ തലസ്ഥാനമാകാൻ പോവുകയാണ് പുതുശ്ശേരി എലപ്പുള്ളി പ്രദേശങ്ങൾ. 1,790 കോടി രൂപ മുതൽ മുടക്കി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അനുബന്ധമാണ് എലപ്പുള്ളി ബ്രൂവറി. അത് 600 കോടി രൂപയുടെ നിക്ഷേപമാണ്. നേരിട്ട് 600 പേർക്കും പരോക്ഷമായി 2000 പേർക്കും തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം. അതും പൂർണ്ണമായും മഴവെള്ളത്തെ ആശ്രയിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംരംഭം. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണിപ്പോൾ മഹാരാഷ്ട്രത്തിലെയും അതുപോലെ തന്നെ കർണാടകയിലെയും ബ്രൂവറി സ്പിരിറ്റ് ലോബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP കോൺഗ്രസും ഇവിടെ നടത്തുന്ന കള്ളപ്രചരണം. ഇപ്പം നമുക്കൊക്കെ അറിയാം, കേരളത്തിന് ആവശ്യമായിട്ടുള്ള സ്പിരിറ്റ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് നമ്മൾ പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനമായും കർണാടകയിൽ നിന്നാണ്. ഇവിടെയുള്ള വർഷകാലത്ത് ഇവിടെ എന്തുകൊണ്ടൊരു വ്യവസായ സ്ഥാപനം വന്നുകൂടാ? അതിനെയും എതിർക്കുകയാണ്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി 1 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി എടുക്കലിൽ പൊന്നും വിലയാണ് ഗവൺമെന്റ് കൊടുത്തത്. അതിനെതിരായ നിലപാടും ഒരു ഘട്ടത്തിൽ ഇവർ സ്വീകരിച്ചു. ഈ രൂപത്തിൽ കേരളത്തിൻ്റെ വികസനത്തെ തടയുക, കേരളം വികസനത്തിന് പറ്റിയ സംസ്ഥാനമല്ല എന്ന് വരുത്തുക, ഇതിവരുടെ ഒരു അജണ്ടയാണ്. 2006, 2011 കാലഘട്ടം നിങ്ങൾ ഓർക്കൂ. അന്ന് സഖാവ് VS-ന്റെ കാലഘട്ടമായിരുന്നു. അന്ന് 200 വ്യവസായ സ്ഥാപനങ്ങളാണ് ഇവിടെ അടച്ചുപൂട്ടിയത് പുതുശ്ശേരിയിൽ. 200. BPL, അതുപോലെ തന്നെ ടാറ്റ ഫോൺ, മദ്രാസ് ഫിന്നേഴ്സ്, ഭഗവതി ടെക്സ്റ്റൈൽസ്, ബാലാജി, റാലീസ് ഇന്ത്യ, ആൻഡ്രക്സ്, ടീടെക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ. അത് ഞാൻ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഏതാണ്ട് 11,000-ഓളം തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. പവർ കട്ടായിരുന്നു 75%. മലബാർ സിമൻസ് പ്രവർത്തിച്ചില്ല. ഈ ഒരു ഘട്ടത്തിലാണ് മലയാള മനോരമ UDF-നെതിരായി മുഖപ്രസംഗം എഴുതി. 2003 സെപ്റ്റംബർ 3-ാം തീയതി കഞ്ചിക്കോട്ട് വേലി ഇറക്കം. 2004 സെപ്റ്റംബർ 3-ന് മലയാള മനോരമ മുഖപ്രസംഗം കഞ്ചിക്കോട് മുടങ്ങുന്ന അപായമണി. മാതൃഭൂമി ലേഖന പരമ്പര ബീന ഗോവിന്ദ് എഴുതി. ദേശാഭിമാനിയിൽ അന്തരിച്ചു പോയ ഫൽഗുണൻ എഴുതിയത് കഥ കഴിയുന്ന കഞ്ചിക്കോട്.
ആ പുതുശ്ശേരി മേഖലയെ പിന്നീട് സംരക്ഷിച്ചത് സഖാവ് VS-ന്റെ ഗവൺമെന്റാണ്. അതിൽ നിന്നുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് ഒന്നാം പിണറായി, രണ്ടാം പിണറായി ഗവൺമെന്റ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഞാനാണ് ഇതിനെല്ലാം തുടക്കം. ഈ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന് തുടക്കം കുറിച്ച ഞാനാണ്. പുതുശ്ശേരിയിൽ നമ്മൾ കണ്ടതാണ്, മറന്നുപോകരുത്. INTUC, AITUC, CITU, HMS, BMS ഈ സംഘടനകളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു സമരസമിതി ഉണ്ടാക്കി. ധർരാജ് അതിലുണ്ടായിരുന്നു, വിജയൻ അതിലുണ്ടായിരുന്നു, പ്രഭാകരൻ അതിലുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ചെയർമാനായിരുന്നു, സഖാവ് SP രാജു കൺവീനറായിരുന്നു. സഖാവ് VS അന്ന് ശക്തമായി ഇടപെട്ടു. അതിൻ്റെ ഭാഗമായി അടച്ചുപൂട്ടിയ പല സ്ഥാപനങ്ങളും തുറപ്പിക്കാൻ കഴിഞ്ഞു. ഇനി വീണ്ടും അത് അടപ്പിക്കാനാണ് ഇവർ പോകുന്നത്. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി ഗവൺമെന്റ് ഒരു ഉറപ്പ് കൊടുത്തു വ്യവസായികൾക്ക്. തൊഴിൽ സ്തംഭനത്തിൻ്റെ പേരിൽ, തൊഴിൽ കുഴപ്പത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സ്ഥാപനവും അടച്ചുപൂട്ടേണ്ടി വരില്ല. മെച്ചപ്പെട്ട വൈദ്യുതി താങ്ങാൻ പറ്റാവുന്ന നിരക്കിൽ സ്റ്റാറ്റ്യൂട്ടറി വോൾട്ടേജ് ഉറപ്പ് നൽകിക്കൊണ്ട് വൈദ്യുതി നിങ്ങൾക്ക് തരും, വെള്ളം നിങ്ങൾക്ക് തരും. ഓഫീസിൻ്റെ മുകളിൽ നിങ്ങൾ കയറി ഇറങ്ങണ്ട, 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങാനുള്ള പെർമിറ്റ് തരും. ഇതാണ് കേരളത്തെ ബാധിച്ചത്. ഇതാണ് കേരളത്തിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായത്. ആ ജനവികാരത്തെ ഇല്ലാതാക്കാൻ കേന്ദ്രത്തിന്റെ കയ്യിലുള്ള ഒരു തുരുപ്പ് ചീട്ടാണ് സാമ്പത്തിക ഉപരോധം. ഇതിനെ തിരിച്ചറിയണം, ഇതിനെ പ്രചരിപ്പിക്കണം. ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ഭരണം ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കുറച്ച് ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. ഇത് കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഈ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ അവഗണനക്കെതിരായി, വഞ്ചനക്കെതിരായി CPM-ന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഈ രൂപത്തിലുള്ള ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ആ ധർണാ സമരത്തിൽ പങ്കാളികളായ നിങ്ങളെല്ലാവരെയും പാർട്ടിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.